അലീനയുടെ നിർബന്ധം കാരണം ബാലചന്ദ്രൻ അവളെ പോകാൻ അനുവദിക്കുവാണ്. 5 ദിവസത്തിനുള്ളിൽ അച്ഛൻ എനിക്ക് പോകാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു തരണം, അല്ലാതെ എനിക്ക് സ്വന്തമായി വേറൊരു ജോലി സ്ഥലം കണ്ടെത്താൻ അറിയത്തില്ല എന്ന് അലീന പറയുവാണ്. ശരി, നിന്നെ എങ്ങോട്ടാണ് പറഞ്ഞു വിടേണ്ടതെന്ന് എന്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്, അതിപ്പോ നീ അറിയണ്ട. അങ്ങനെ പറഞ്ഞ് ബാലചന്ദ്രൻ അവിടുന്ന് പോവാണ്. അച്ഛൻ ഇതെങ്ങോട്ടാ? ബാഗും പെട്ടിയൊക്കെ എടുത്തോണ്ട് അമ്മ പോയതുപോലെ ഈ വീട് വിട്ട് പോവാണോ? ഞങ്ങൾ മക്കളെ തനിച്ചാക്കി എന്ന് ബബിത ചോദിക്കുവാണ്. എടി, അതിന് ഞാൻ നാട് വിട്ട് പോവൊന്നുമല്ല, അലീനയെ താമസിപ്പിക്കാനുള്ള വീട് കണ്ടെത്തണം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. 2 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും, അല്ലാതെ നിങ്ങളുടെ അമ്മയെ പോലെ മക്കളെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നവനല്ല ഈ ബാലചന്ദ്രൻ. അത്രയും പിടിവാശിയൊന്നും എനിക്കില്ല. അങ്ങനെ മറുപടി കൊടുത്ത് അയാൾ പോവാണ്. ഇക്കാര്യം ഉടനെ കൃഷ്ണ വൈജയെ വിളിച്ചറിയിക്കുവാണ്. അമ്മയ്ക്കിപ്പോ സമാധാനായില്ലേ? അലീന ചേച്ചിയെ പുതിയ ജോലി സ്ഥലത്തേക്ക് പറഞ്ഞുവിടാൻ തീരുമാനിച്ചിരിക്കുക അച്ഛൻ. ആ സ്ഥലം കണ്ടുപിടിക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുക. അമ്മയ്ക്ക് മക്കളുടെ സന്തോഷത്തേക്കാൾ പ്രധാനം സ്വന്തം സന്തോഷമാണല്ലോ. ഇനി ഇങ്ങോട്ട് ധൈര്യമായി തിരിച്ചു വരാലോ എന്ന് ചോദിച്ച് കൃഷ്ണ ദേഷ്യപ്പെടുവാണ്. അപ്പോ ബാലചന്ദ്രൻ എന്റെ വഴിക്ക് വന്നു. അവളെ എങ്ങോട്ടാ കൊണ്ടുവിടുന്നതെന്ന് വലതും പറഞ്ഞോ? എനിക്ക് കൂടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് അലീനയെ പറഞ്ഞുവിടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ബാലചന്ദ്രൻ ഇടയ്ക്കിടെ അവളെ പോയി സന്ദർശിക്കില്ലേ, കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അറിയാതെ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് വൈജ പറയുവാണ്. അച്ഛൻ കൊന്നാലും അലീന ചേച്ചിയുടെ പുതിയ വീടിനെ പറ്റി അമ്മയോട് പറയില്ല, ഞങ്ങളോട് പോലും. അതിനമ്മ എന്തൊക്കെ ചെയ്തിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയതുപോലെ തിരിച്ചു വരാൻ നോക്കമ്മേ, അല്ലാതെ ഇവിടെ നിന്നാരും അമ്മയെ ആനയിക്കാൻ അങ്ങോട്ട് കെട്ടിയെടുക്കില്ല എന്ന് മറുപടി കൊടുത്ത് കൃഷ്ണ ഫോൺ കട്ട് ചെയ്ത് പോവാണ്. ബാലചന്ദ്രൻ ആദ്യം ചെന്നത് ഗംഗേടന്റെ വീട്ടിലേക്കായിരുന്നു. നിങ്ങളുടെ പെങ്ങള് വൈജയന്തി എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിലേ അലീന മോള് പോകണത്രേ. ശരി, അലീനയെ പറഞ്ഞു വിട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് സ്റ്റാലി ജോസഫിന്റെ അഡ്രസ്സ് വേണം. അത് തന്നില്ലെങ്കിലേ ഞാൻ വൈജയന്തിയോട് നേരിട്ട് ചെന്ന് ചോദിച്ചു വാങ്ങിക്കും. അത് വേണോ? ഗംഗേട്ട തന്നെ തരുന്നതല്ലേ നല്ലത്. വൈജയന്തിയോട് ചോദിച്ചാലേ അവൾക്കല്ലേ സ്റ്റാലിയുമായിട്ട് കൂടുതൽ അടുപ്പമുള്ളത്. അപ്പോ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കളിയാക്കുവാണ്. ബാലചന്ദ്ര, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. വൈജയന്തിയുമായിട്ട് ഒത്തുപോകുന്നതല്ലേ നല്ലത്. ഞാൻ അലീനയെ പറഞ്ഞു വിടാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ. സ്റ്റാലിയുടെ അഡ്രസ്സ് ഞാൻ തന്നേക്കാം, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യ്. അങ്ങനെ പറഞ്ഞ് ഗംഗേട്ടൻ ആ അഡ്രസ്സ് കുറിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ബാലചന്ദ്രൻ ആ അഡ്രസ്സ് തപ്പി സ്റ്റാലിയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നുണ്ട്. അതേസമയം ജയിലിൽ നിന്നിറങ്ങിയ ഹരിശങ്കർ രോഹിത്തിനെ കണ്ട് സംസാരിക്കാൻ വന്നിരിക്കുവാണ്. ഹരി, നിനക്ക് ജാമ്യം കിട്ടിയ കാര്യം ഒരു തരത്തിലും അംഗീകരിച്ചു തരാൻ എനിക്ക് പറ്റില്ല. ശരണ്യയുടെ കുടുംബം ഇതറിഞ്ഞാല് അവർക്കത് താങ്ങാൻ പറ്റില്ല എന്ന് അലീന പറയുവാണ്. ശരണ്യയോട് ചെയ്തത് വലിയ പാപമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ്. രോഹിത്തിനെ ഞാൻ ഇനി വഴി തെറ്റിക്കില്ല. അവൻ മാത്രമേ എനിക്കിനി കൂട്ടുകാരനായിട്ടുണ്ടാവൂ. എന്റെ കൂടെയുള്ള എല്ലാവർക്കും ജാമ്യം കിട്ടി, പക്ഷേ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. രോഹിത് എന്നെ മനസ്സിലാക്കണം, ഞാൻ ഇനി നല്ലവനായിക്കോളാം എന്നു പറഞ്ഞ് ഹരി കരയുവാണ്. അത് കേട്ട് രോഹിത്തിന് നല്ല ദേഷ്യം വരുവാണ്. ഈ ചതിയന്റെ മുഖം എനിക്കിപ്പോ കാണുന്നത് പോലും ഇഷ്ടമല്ല അലീന ചേച്ചി. ഇവനെ പുറത്താക്കി വാതിലടയ്ക്ക്, എനിക്കൊരു ഫ്രണ്ട്ഷിപ്പും വേണ്ട എന്ന് മറുപടി കൊടുത്ത് രോഹിത് അകത്തേക്ക് പോയി. അലീന ഹരിയെ പുറത്താക്കാനായി ചെന്നപ്പോ ബബിത അത് തടയുവാണ്. ഇവനോട് എനിക്ക് ചെറിയൊരു കണക്ക് തീർക്കാൻ ബാക്കിയുണ്ട് അലീന ചേച്ചി, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്. അങ്ങനെ പറഞ്ഞു ബബിത ഹരിയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ മുഖത്ത് 2 പൊട്ടിക്കുവാണ്. ഇതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോടാ? 1, പാവ ശരണ്യെ ഉപദ്രവിച്ചതിന്. മറ്റേത്, നീ ഒരിക്കൽ നിന്റെ വീട്ടിൽ ചെന്നപ്പോ എന്നെ ഭീഷണിപ്പെടുത്തിയത് ഓർക്കുന്നുണ്ടോ? അതിനായി ഇത്. അന്ന് തക്ക സമയത്ത് ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ശരണ്യയുടെ വിധി തന്നെയായിരിക്കും എനിക്കും വരുന്നത്. അലീന ചേച്ചി, ഇവനെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നു പറഞ്ഞ് ബബിത ദേഷ്യപ്പെടുവാണ്. നിങ്ങളൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ദുഷ്ടനായ ഹരിശങ്കർ അല്ല ഞാൻ. എനിക്ക് നിങ്ങളൊക്കെ ഇപ്പോ സ്വന്തം പെങ്ങന്മാരെ പോലെയാണ് എന്ന് ഹരി പറയുമ്പോ ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കോടികൾ കൊടുത്ത് ജയിലിന് രക്ഷപ്പെട്ട് വന്നിരിക്കും അലീന ചേച്ചി, അകത്തേക്ക് പോലും കയറ്റല്ലേ എന്ന് ബബിത ആവശ്യപ്പെടുവാണ്. അതെ,
നീ എത്ര മാറിയെന്നു പറഞ്ഞാലും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. നീ ശരിക്കും നന്നായിട്ടുണ്ടെങ്കിലേ ആദ്യം ചെല്ലേണ്ടത് ഈ വീട്ടിലേക്കായിരുന്നില്ല, ശരണ്യയുടെ വീട്ടിലേക്കായിരുന്നില്ലേ? അവര് നിനക്ക് മാപ്പ് തരാതെ ഈ വീട്ടിന്റെ പടി പോലും നിനക്ക് ചവിട്ടാൻ അധികാരമില്ല എന്നു പറഞ്ഞ് അവനെ ഇറക്കി വിടുവാണ് അലീന. അതേസമയം ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലി ഇവിടെ ഇല്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോ സ്റ്റാൻലിയുടെ അപ്പച്ചൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഇല്ല, ഞാൻ സ്റ്റാൻലിയുടെ അപ്പച്ചനാണ്, പേര് ഔദക്കുട്ടി എന്നയാൾ മറുപടി കൊടുക്കുവാണ്. അപ്പോഴേക്കും സ്റ്റാൻലിയുടെ ബ്രദർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. നിങ്ങൾ ആരാ? ഞാൻ സ്റ്റാൻലിയുടെ അനിയനാണ് എന്നയാൾ പരിചയപ്പെടുവാണ്. ഞാനേ സ്റ്റാൻലിയുടെ പഴയ ഒരു ഫ്രണ്ടാണ്, പേര് ബാലചന്ദ്രൻ. അവനെ എനിക്കൊന്ന് കാണണം എന്ന് ബാലചന്ദ്രൻ കളവ് പറയുവാണ്. അവനെ ഞങ്ങളൊക്കെ ലാലിച്ചൻ എന്നാ വിളിക്കാറുള്ളത്. ഇപ്പോ കൊളത്തുപുഴയിലാണ് താമസം. ഞാൻ അഡ്രസ്സ് കുറിച്ചു തരാം എന്ന് പറഞ്ഞ അപ്പച്ചൻ അത് കുറിച്ച് നൽകുവാണ്. ഞാനും സ്റ്റാലിയും തമ്മിൽ 23 വർഷത്തെ പരിചയമുണ്ട്. അന്ന് ആഗ്രയിലുണ്ടായിരുന്ന സമയത്ത് സ്റ്റാലിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നില്ലേ? എനിക്കറിയായിരുന്നു. അവളെ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാൻലി. അതിനൊക്കെ ഞാൻ സാക്ഷിയാണ്. ഇപ്പോൾ അവൻ അവളെ തന്നെ കല്യാണം കഴിച്ച് കാണുമല്ലേ, സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും എന്ന് ബാലചന്ദ്രൻ കളിയാക്കി ചോദിക്കുവാണ്. അത് കേട്ട് അപ്പച്ചന് നല്ല ദേഷ്യം വരുവാണ്. അതൊക്കെ എവിടെ നിൽക്കട്ടെ, ഇതൊക്കെ ചോദിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ബാലചന്ദ്രൻ: അല്ല, അന്ന് അവരുടെ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണ്. അന്ന് അവള് പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവൾ പ്രസവിച്ച കുട്ടി ഇപ്പൊ അവരുടെ കൂടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുവാണ്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തിരക്കുന്നേ? ഞങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാത്. അഡ്രസ്സ് കിട്ടിയില്ലേ? പിന്നെ ലാലച്ചനെ കാണുമ്പോ ഈ പറഞ്ഞതൊന്നും അവന്റെ അടുത്ത് പോയി പറഞ്ഞേക്കല്ലേ. അവൻ ആ പെണ്ണിനെയൊന്നും അല്ല വിവാഹം കഴിച്ചിരിക്കുന്നേ, ഞങ്ങളുടെ മതത്തിലുള്ള ഒരു പെണ്ണിനെയാണ്. അവനിപ്പോ 3 കുട്ടികളായി. വെറുതെ പഴയ കുട്ടിയുടെ കാര്യമൊന്നും പറയല്ലേ. എന്റെ മകന്റെ കുടുംബം തകർക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നേ എന്ന് അപ്പച്ചൻ വാർണിംഗ് കൊടുക്കുവാണ്. അയ്യോ, ഞാൻ ആരുടെയും കുടുംബം തകർക്കാനൊന്നും വന്നതല്ല. ശരി, ഞാൻ ഇന്ന് ഇറങ്ങട്ടെ, ഞാൻ അവന്റെ ചങ്ങാതിയാണ്. അങ്ങനെ മറുപടി കൊടുത്ത് ബാലചന്ദ്രൻ ഇറങ്ങിപ്പോയി. ബാലചന്ദ്രൻ ആ സമയം വൈശന്തിയുടെ കോൾ വരുവാണ്. നിങ്ങൾ അലീനെ പറഞ്ഞു വിടുകയാണെന്ന് കൃഷ്ണമോള് വിളിച്ചു പറഞ്ഞു. അതെപ്പോഴാണ്? എനിക്കറിയണം, അവൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേന്ന് എന്ന് വൈജ ചോദിച്ചത് കേട്ട് ബാലചന്ദ്രന് നല്ല ദേഷ്യം വരുവാണ്. അതെടി, ഞാൻ അലീനെ ഇറക്കി വിടാൻ തീരുമാനിച്ചു. നിനക്ക് സമാധാനായില്ലേ? പിന്നെ അവൾ എവിടേക്കാ പോകണമെന്ന് നിനക്കറിയണം, അതല്ല നിന്റെ ഉദ്ദേശം? എന്നാ കേട്ടോ, നിന്റെ കാമുകന്റെ വീട്ടിലേക്കാ ഞാൻ അവളെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചിരിക്കുന്നെ. ഇനിയും കൂടുതൽ എന്തെങ്കിലും അറിയണോ നിനക്ക്? അങ്ങനെ ബാലചന്ദ്രൻ ചോദിച്ചു. അത് കേട്ടാകെ ഞെട്ടിപ്പോവാണ് വൈജയന്തി. എന്റെ കാമുകന്റെ വീട്ടിലേക്കോ? ബാലചന്ദ്രൻ ഇതെന്താ തമാശ പറയുവാണോ? ഇങ്ങനെയൊക്കെ സംസാരിച്ച ശരിയാവത്തില്ല എന്നു പറഞ്ഞ് വൈജയന്തി കോൾ കട്ട് ചെയ്ത് പോവാണ്. അടുത്തു തന്നെ കമലേട്ടത്തി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ വൈജയ്, ബാലചന്ദ്രൻ എന്തു പറഞ്ഞു? ആ വേലക്കാരി പെണ്ണിനെ എങ്ങോട്ട് കൊണ്ടുവിടാനാ അങ്ങേരുടെ ഉദ്ദേശം എന്ന് കമല ചോദിക്കുവാണ്. അത് പിന്നെ ബാലചന്ദ്രൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് കലി വരുന്നു കമലേട്ടത്തി. എന്റെ കാമുകന്റെ വീട്ടിലേക്കാണത്രേ. തമാശയാണെങ്കിലും അത് കേട്ടപ്പോ എന്റെ നെഞ്ചൊന്ന് പെടഞ്ഞു. സ്വന്തം ഭാര്യയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അത് ശരിയാണോ? അയാളെ വിളിച്ചു ചോദിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ദേഷ്യപ്പെട്ട് വൈജ പോവാണ്. അതേസമയം അലീന പോകുന്നതറിഞ്ഞ് രേവതിക്കുട്ടി ആ വീട്ടിൽ 2 ദിവസം താമസിക്കാനായി എത്തുവാണ്. ഇനി ഒരിക്കലും എനിക്ക് അലീന ചേച്ചിയുടെ കൂടെ താമസിക്കാൻ പറ്റിയില്ലെങ്കിലോ, അതാ അങ്കിളിന്റെ ആന്റിയുടെയും കാലു പിടിച്ച് സമ്മതം വാങ്ങി ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടെ എന്ന് രേവതി പറയുവാണ്. അതെ, നിങ്ങൾ എല്ലാവരും ഉള്ള സന്തോഷം ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിലോ, ഇനി ഞാൻ കാണാൻ പോകുന്നത് പുതിയ വീടും പുതിയ വീട്ടുകാരെയും ആയിരിക്കില്ലേ. നീ വാ രേവതി, രോഹിത്ത് നിന്റെ പെട്ടിയൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചോളും എന്നു പറഞ്ഞ് അലീന വിളിക്കുവാണ്. രോഹിത്ത് അത് കേട്ടയുടനെ രേവതിയുടെ ബാഗ് എടുക്കാൻ നോക്കുവാണ്. അത് കണ്ട് രേവതി വന്ന്, എനിക്ക് ഇത്ര വരെ കൊണ്ടുവരാൻ അറിയാമെങ്കില് അകത്ത് മുറിയിൽ കൊണ്ടുവയ്ക്കാനും അറിയാം. തന്റെ സഹായം വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം എന്നു പറഞ്ഞ് അതെടുത്തോണ്ട് പോവാണ്. അവള് നേരെ ചെന്നത് രോഹിത്തിന്റെ മുറിയിലേക്കായിരുന്നു. എങ്ങോട്ടാ കയറിപ്പോന്നെ? ഇതെ എന്റെ മുറിയാണ്. അലീന ചേച്ചിയുടെ മുറി അങ്ങ് താഴെയാണ്. ഈ റൂമില് വേറെ ആരും കയറുന്നത് എനിക്കിഷ്ടമല്ല എന്നു പറഞ്ഞു രോഹിത്ത് അവളെ അകത്തേക്ക് കയറ്റിയില്ല. അതിനാർക്ക് വേണം തന്റെ മുറി? ഞാൻ അറിയാതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഞാൻ ഈ മുറി എടുത്ത് തിന്നാനൊന്നും പോകുന്നില്ല, ദ്രോഹി. അങ്ങനെ മറുപടി കൊടുത്ത് രേവതി താഴോട്ടിറങ്ങിപ്പോയി. ദേ അലീന ചേച്ചി, നിങ്ങളുടെ കൂട്ടുകാരിയുടെ സ്വഭാവം എനിക്ക് തീരെ പറ്റുന്നില്ല. ഇവൾക്ക് കുറച്ച് മാന്യമായി സംസാരിച്ചൂടെ എന്ന് രോഹിത്ത് ചോദിക്കുവാണ്.
ഞാന് മാന്യന്മാരോട് മാത്രമേ മാന്യമായിട്ട് സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുവാണ് രേവതി. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ മോനെ, നീ ശേഷിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. നീ കരുതുന്നത് പോലെ രേവതിക്കുട്ടി അത്ര കുഴപ്പക്കാരിയൊന്നുമല്ല, അവളൊരു പാവമാണ്. ഇത്തിരി കുറുമ്പുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ അലീന പറഞ്ഞത് കേട്ട് രേവതിയെ തന്നെ നോക്കി നിൽക്കുവാണ് രോഹിത്.